ഗൈസ്, ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ഒരു തുടർക്കഥയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ പോലും നമ്മൾ അത് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ഗോൾ കീപ്പർ എറേഴ്സ് ഇച്ചിരി കൂടി വന്നിട്ടുള്ളൊരു സീസണാണ് എന്നുള്ള കൂടി നമുക്ക് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ മുമ്പ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെയൊക്കെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴത്തേക്കും ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിലൊരു പഞ്ഞം വരാറില്ല എന്ന് പറയാറുണ്ട്. നമുക്ക് നല്ല ഗോൾ കീപ്പേഴ്സ് എപ്പോഴും അവൈലബിൾ ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റ് പല പൊസിഷൻസിൽ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം സംഭവിക്കുന്നതിൽ കൂടി. പക്ഷേ ഈ സീസൺ അതിൽ നിന്ന് കുറച്ച് വിഭിന്നമാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ നമ്പർ 1 ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു പോലും ഒരു മോശം ഫോമിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ BFCക്ക് വേണ്ടി അദ്ദേഹം കളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വന്നു, അതിൽ നിന്ന് ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. സില്ലി എറേഴ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നതും അതുവഴി ടീമിനെ അഫക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ BFC ആദ്യത്തെ 5 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം ഇതേവരെ 14 മത്സരങ്ങളായിട്ട് അവർക്കൊരു ക്ലീൻ ഷീറ്റ് പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ പല മത്സരങ്ങളിലും ഗുർപ്രീതിൻ്റെ മിസ്റ്റേക്ക് മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഗുർപ്രീതിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശം പ്രകടനം വരുന്നൊരു സമയത്ത് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കുന്നുണ്ട് ഇന്നും ഗുർപ്രീതിൻ്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അസൻ നമ്മൾ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ കൂടി ഫാൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മോശം അവസ്ഥയിൽ കുറച്ച് വിഷമമുണ്ട് എന്നുള്ളതും പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് അത്രമേൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ഗുർപ്രീത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗുർപ്രീത് മാത്രമല്ല, ഇപ്പം അമരീന്ദർ ആണെങ്കിലും പ്യൂർബേ ആണെങ്കിലും ഒന്നും അത്ര നല്ല ഫോമിലല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പേഴ്സിൻ്റെ പെർഫോമൻസും എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വന്നിട്ടുള്ള 2 ഗോൾ കീപ്പേഴ്സ് ഈ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗുർപ്രീതും സച്ചിൻ സുരേഷിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു അളവ് കുറച്ച് കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ കീപ്പേഴ്സിന് ഒരു വളരെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളൊരു സീസൺ ആയിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. എങ്കിലും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഗോൾ കീപ്പേഴ്സും ഇതിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പം നാഷണൽ ടീമിൻ്റെ മാച്ചസൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചസൊക്കെ മാർച്ചിൽ വരാനിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആദ്യത്തെ താരം മോഹൻ ബഗാൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ ഖേത്താണ്. 11 ക്ലീൻ ഷീറ്റുമായിട്ട് ഏതാണ്ട് ഗോൾഡൻ ഗ്ലോ ഉറച്ച മട്ടിൽ തന്നെയാണ് പോകുന്നത്. അവരുടെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഷീൽഡ് റേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പക്ഷേ അവരുടെ കാര്യത്തിൽ മികച്ചൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരുടെ ഫോറിൻ സെൻറ്റർ ബാക്സ് ഒക്കെ ആണ് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവർ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. പക്ഷേ വിശാൽ ഖേത്തിൻ്റെ പെർഫോമൻസും ഇൻഡിവിജ്വലി നോക്കുമ്പോഴും വളരെ മികച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും മികച്ച മാച്ച് വിന്നിങ് സേവ്സും അങ്ങനത്തെ മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ പോലും നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ട ഒരു പേരാണ് ആൽബിനോ ഗോമസ്. ആൽബിനോ ഗോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ISLൻ്റെ ഒരു ലൈം ലൈറ്റിലേ ഇല്ലാത്തൊരു പ്ലെയറായിരുന്നു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് മിസ്റ്റേക്സ് വരുന്ന ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചില അടിപൊളി സേവ്സ് വരും, പെനാൽറ്റീസ് സേവ് ചെയ്യും എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്സിനൊക്കെ ഒരു പേര് കേട്ടിട്ടുള്ള ഗോൾ കീപ്പർ ആയിരുന്നു. സോ ആ ഒരു താരം ഈ സീസൺ ജംഷഡ്പൂർ FCയിൽ കളിക്കുമ്പോൾ വളരെ കുറച്ച് മിസ്റ്റേക്സുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ISL ഈ സീസണിൽ സേവ് നടത്തിയിട്ടുള്ള ഒരു ഗോൾ കീപ്പറായിട്ട് മാറാൻ ആൽബിനോ ഗോമസിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി, സംടൈംസ് വേൾഡ് ക്ലാസ് സേവ്സ് ഒക്കെയാണ് ആൽബിനോ ഗോമസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറയും ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു താരം കാരണം ജംഷഡ്പൂരിന് കുറച്ചധികം പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പം മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നപ്പോൾ യങ് ഗോൾ കീപ്പേഴ്സിനൊക്കെ ഒരു പാഠമാക്കാൻ പറ്റുന്ന ഗോൾ കീപ്പർ തന്നെയാണ് ആൽബിനോ ഗോമസ്. കാരണം ഗോൾ കീപ്പേഴ്സ് ഒരു മെച്യൂർഡ് ലെവലിലേക്ക് വരുമ്പോഴാണ് അവരൊരു പ്രൈമിലേക്ക് എത്തുന്നത്. അവരുടെ ഒരു സാധാരണ ഫുട്ബോളേഴ്സിനേക്കാൾ ആ ഒരു 30s ഒക്കെ അടുത്ത് അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും അവരുടെ ഒരു പീക്ക് ടൈമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ യങ് ഗോൾ കീപ്പേഴ്സിൽ ഈ സീസണിൽ ഋത്തിക് തിവാരിയും ഗുർമീത് സിംഗും ആണ് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നിയത്. ഇനിയിപ്പോൾ നാഷണൽ ടീമിൻ്റെ ഒരു മാച്ചസ് വരുന്നുള്ളൂ. AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സ് വളരെ നിർണായകമായിട്ടുള്ള മാച്ചസ് ആണ്. മാർച്ചിൽ നമ്മൾ ബംഗ്ലാദേശിനെതിരെയൊക്കെ കളിക്കേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിലൊരു ഫോം വെച്ചിട്ട് ഗുർപ്രീതിനെ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് അതിൽ വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം പറഞ്ഞ പോലെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ISL പോലും നടത്തുമ്പോൾ നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രത്തോളം നാഷണൽ ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വേറൊരു ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇപ്പം പോകേണ്ടിയിരിക്കുന്നു. വിശാൽ ഖേത്ത് അല്ലെങ്കിൽ ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഒരു ചോയ്സ് പിക്ക് ചെയ്യുക എന്നുള്ള ഒരു തരത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 ഗോൾ കീപ്പേഴ്സിനെ സാധാരണ 3 ഗോൾ കീപ്പേഴ്സിനെയാണല്ലോ സ്ക്വാഡിൽ ഉൾപ്പെടുന്നത്. ആൽബിനോ ഗോമസ്, വിശാൽ ഖേത്ത് ആൻഡ് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന പേര് പറയും. സോ അങ്ങനൊരു സാഹചര്യം, വേറൊരു ഗോൾ കീപ്പർ കളിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗുർപ്രീതിൻ്റെ കയ്യിൽ ഇനിയും മരുന്നുണ്ടാകും. അപ്പം അദ്ദേഹം അത്രയും ഏജൊന്നും ആയിട്ടില്ല ഒരു ഗോൾ കീപ്പറുടെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചു വരാനുള്ളൊരു സാധ്യത കൂടിയാണ്. കാരണം
ആ നാഷണൽ ടീമിൽ ആ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉറപ്പാണെങ്കിൽ അവർക്ക് അത്രയും മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഈ ഒരു തരത്തിൽ വേറൊരു ഗോൾ കീപ്പർ ഉണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ലെവലിൽ വരുമ്പോഴാണ് അവർക്കും വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യങ്ങളിലൊക്കെ വരിക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ.